ചെങ്കോട്ട സ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന ഭീതി അത് നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് മാത്രമാണോ ഇത്തരത്തിലുള്ള സ്ഫോടനം എന്ന് ചോദിച്ചാൽ അതുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ഇസ്ലാമിക ഭീകരത കുടിയേറിയിട്ടുണ്ട്. ഇപ്പോ ചൈന ചൈനയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട്. അതായത് മുസ്ലിം പള്ളികളെ ഒന്നടങ്കം പൊളിച്ചു കളയുകയാണ് അവരെന്നാണ് പറയുന്നത്. അതും ഈ ഇസ്ലാമിക ഭീകരതയെ ഇല്ലാതാക്കാനുള്ള ഒരു വഴിയായിട്ടാണോ കാണേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ലിബറൽ മൂല്യങ്ങളൊക്കെ വളരെ ഉദാത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ അത്തരം രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരുന്നു. ഇപ്പം ബ്രിട്ടൻ ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, ഫ്രാൻസ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ വിശാലമായിട്ട് അവരുടെ വാതിലുകൾ തുറന്നു വെച്ചു. പക്ഷെ അങ്ങനെ കുടിയേറിയ മുസ്ലിങ്ങൾ പിന്നീട് ആ രാജ്യത്തുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അവർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. കാരണം ഒരു പരിധിക്കപ്പുറത്തേക്ക് അവിടെ ജനസംഖ്യ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ നിയന്ത്രണം അവർ ഏറ്റെടുക്കും. ഇപ്പം ഇന്ത്യയിലെ കാര്യം ആലോചിച്ച് നോക്കും. ഇന്ത്യ ഒരു ഇസ്ലാം രാജ്യമെന്നോ ഹിന്ദു രാജ്യമെന്നോ ഒന്നും പറയുന്നില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ്. ഇതേ രാജ്യത്തുണ്ടാകുന്ന സ്ഫോടനങ്ങൾ, കലാപ സമാനമായ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും പിന്നിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പം ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ബംഗ്ലാദേശിനും തുർക്കിക്കും പാകിസ്ഥാനും വരെ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കത്തിൽ പങ്കുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇപ്പോൾ ചൈനയെക്കുറിച്ച് ചില വാർത്തകൾ പ്രചരിക്കാൻ ഇടയാക്കിയത്. ചൈന എന്താ പറയുന്നത് പറഞ്ഞാൽ അവിടുത്തെ മോസ്കുകൾ കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഏതാണ്ട് 39,000 പള്ളികൾ 2014 വരെയുള്ള കണക്കനുസരിച്ച് ചൈനയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ആയിരക്കണക്കിന് പള്ളികൾ പൊളിച്ചിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന പള്ളികളാണെങ്കിൽ അതിൽ മിനാരങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മിനാരം എന്ന് പറയുന്ന ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പള്ളികളെന്നൊക്കെ പറയുന്നത്. അത് പറ്റില്ല. പകരം ചൈനയുടെ സംസ്കാരമായ പഗോഡകൾ നിങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെയുള്ള പള്ളികൾ മതി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പള്ളികളുള്ളത് ഷിൻജിങ് പ്രവിശ്യയിലാണ്. അവിടെയുള്ള ഉയ്ഗൂർ മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം. ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന ശക്തമായ നടപടിയെടുക്കുന്നു. കാരണം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ഭീകരവാദികളുടെ പ്രവർത്തനം വലിയ നാശം വിതയ്ക്കുന്നതായിട്ട് അവർ തിരിച്ചറിഞ്ഞു. അത് ഞങ്ങളുടെ രാജ്യത്തിന് പറ്റില്ല. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ഞങ്ങളുടെ പാർട്ടി പറയുന്നതിനനുസരിച്ച് നിൽക്കണം. അപ്പം ആ രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് അതീതമായിട്ട് ഒരു മതം ഉയർന്നു വരികയോ മതത്തിൻ്റെ നിലപാടുകൾ വരികയോ ചെയ്താൽ അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് അവർ എടുക്കുന്ന നിലപാട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളെ തീവ്രമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോകളടക്കം ചില രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ചില മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു ഈ ചൈനയിൽ അവരുടെ ഭരണകൂടത്തിൻ്റെ പീഡനമേറ്റിട്ട് മുസ്ലിം തീവ്രവാദികൾ വംശഹത്യക്കിരയാകുകയാണ്. എന്തിന്? ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിട്ടുള്ള ചില ക്യാമ്പുകൾ ചൈനയിലുണ്ട് എന്ന് പറയുന്നു. ചൈന അതിനെ നിഷേധിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളുടെ നിലപാട് ഇങ്ങനെയാണ്. എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചാൽ അവരെ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ജോർജ് സോറോസിനെ കൂടെയുള്ള ചില ആളുകൾ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവർ സ്പോൺസർ ചെയ്യുന്ന NGOകൾ ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭരണകൂടത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. ഇതൊന്നും ചൈനയെ പറ്റില്ല. അവിടുത്തെ രഹസ്യ പോലീസ് കർശനമായ നിലപാടെടുക്കുന്നു. എന്തിന്? അവിടുത്തെ പള്ളികളിൽ പോലും ക്യാമറകളും മറ്റ് സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ആളുകൾ വിസിറ്റേഴ്സായിട്ട് വന്നാൽ അവരുടെ തിരിച്ചറിയൽ കാർഡ് നോക്കിയതിന് ശേഷം മാത്രമേ പ്രവേശിക്കാൻ പോലും അനുവദിക്കുകയുള്ളൂ. കർക്കശമായ നീക്കമാണ് നടത്തുന്നത്. എന്നിട്ട് ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആളുകളെ അവർ കോൺസെൻട്രേഷൻ ക്യാമ്പെന്ന് വിശേഷിപ്പിക്കുന്നതിന് സമാനമായിട്ട് ചില പരിശീലന ക്യാമ്പുകളിലേക്ക് മാറ്റും. എന്നിട്ട് പറയുന്നു നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തണം. എന്നിട്ട് ഒന്നുകിൽ ഞങ്ങളുടെ ഭരണകൂടവുമായിട്ട് യോജിച്ച് പോകാമെങ്കിൽ നമുക്ക് പോകാം. എന്നിട്ട് ഇവരെ നിർബന്ധിത ജോലികളിലേക്ക് പ്രവേശിപ്പിക്കും. അതായത് ചൈന എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹബ്ബാണല്ലോ. അവർ കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ നിർമ്മിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുറഞ്ഞ ചിലവിൽ കിട്ടുന്നത്. ഈ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടുത്തെ കൂലി എന്ന് പറയുന്നത് അത്രയും വളരെ കുറവാണ്. അങ്ങനെ കുറഞ്ഞ കൂലി കൊടുത്തുകൊണ്ട് ചെറിയ ചെറിയ ജോലികളിലേക്ക് ഇവരെ നിർബന്ധപൂർവ്വം ഏർപ്പെടുത്തും. 12 മണിക്കൂർ വരെയാണ് ഈ പറയുന്ന ഉയ്ഗൂർ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളെ കൊണ്ട് ജോലി ചെയ്യുന്നത്. അത് ചെറിയ ഈ ഡയോഡ് എന്നൊക്കെ പറയുന്ന ചെറിയ സാധനങ്ങൾ കണക്ട് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ വളരെ സൂക്ഷ്മത വേണം. ആ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരേ ജോലി 12 മണിക്കൂറൊക്കെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ മനോനില തന്നെ തകരും. ഒന്നുകിൽ ആ ചൈനീസ് ഭരണകൂടം പറയുന്നത് അനുസരിക്കണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകും. ഇത്തരം സ്ഥലങ്ങളിൽ ഇവരെ പൂർണ്ണമായിട്ടും പൂട്ടിയിട്ടുകൊണ്ട് ജോലി ചെയ്യിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഇതാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമാണ്. ശരിയാ. പക്ഷെ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല രാജ്യത്തെ സത്യത്തിൽ ഇത് സ്വാതന്ത്ര്യം കൂടിപ്പോയതിന്റെ ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പറഞ്ഞതുപോലുള്ള സോറോസും ഡീപ് സ്റ്റേറ്റും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷം അടക്കം നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള നിലപാടുകളിലേക്കൊക്കെ പോകുന്നത്. അതെ. മാത്രമല്ല ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ എപ്പോഴും ന്യൂനപക്ഷങ്ങളെ വലുതായിട്ട് പ്രീണിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത നിലപാടാണ്. അവരിൽ ആരെന്ത് നടപടി ഉണ്ടായാലും ഒന്നും ചെയ്യില്ല. ഇപ്പൊ തന്നെ ഈ ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായി. നമ്മൾ എത്ര മുസ്ലിം ഹാൻഡിലുകളിൽ നിന്ന് അവനെ അപലപിച്ചുകൊണ്ടുള്ള വാർത്തകൾ കേട്ടു? നമ്മൾ കേൾക്കുന്നില്ല.
എവിടുന്നെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ല, അല്ലേ? കേട്ടില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഗസയിൽ കണ്ടോ അല്ലെങ്കിൽ പലസ്തീനിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ബാനർ എഴുതി മീറ്റിങ്ങുകൾ വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഒരു സംഘടനകളും ഇല്ല. ഇതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതാവാണ് ചൈനയിലുള്ളതെന്ന് പറയുന്നത്. പക്ഷേ ചൈനയിൽ എന്താ ചെയ്യുന്നത്? അവിടുത്തെ രാഷ്ട്രീയത്തിനെതിരായിട്ട് അവിടുത്തെ ഭരണകൂടത്തിനെതിരായിട്ട് മുസ്ലിം നിയമങ്ങൾ വന്നാൽ അവരെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ കാണുന്ന ഫ്രാൻസിലും ബ്രിട്ടനിലും അതുപോലെ ഇറ്റലിയിലും ഒക്കെ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ മുസ്ലിം തീവ്രവാദ നിലപാടുള്ളവരാ. അവരെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതേ നിലപാട് സ്വീകരിക്കുന്നു. പാകിസ്ഥാനും തുർക്കിയും ബംഗ്ലാദേശും ഒക്കെ ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ഏഷ്യയിലെ രണ്ട് വൻ ശക്തികൾ ഇന്ത്യയും ചൈനയാണ്. ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധി കൃത്യമായിട്ട് ചൈന കാണുന്നുണ്ട്. അതുകൊണ്ട് അവർ അടിച്ചമർത്തി ഭരണമാണെങ്കിൽ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മതസ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ഭരണകൂടമാണ് ചൈനയെന്ന് കുറേ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ഇസ്ലാമിക രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന അറബ് രാജ്യങ്ങളൊന്നും തന്നെ ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുന്നില്ല. കാരണം അവർക്കറിയാം ചൈനയുടെ നിലപാടിതാ, അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഉരുക്കു കോട്ടയാണെന്ന് പറയാം. അപ്പോൾ ഏറെക്കാലമായിട്ട് ഇത്തരം നയങ്ങൾ കർക്കശമായി നടപ്പാക്കുന്നതുകൊണ്ട് അവിടുത്തെ പള്ളികൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ 39,000-ഓളം പള്ളികൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് പള്ളികളുടെ കുറവ് വന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വംശവർദ്ധനമുണ്ടല്ലോ. സാധാരണ ഇതിൽ മുസ്ലിം കുടുംബങ്ങളിലൊക്കെ നിരവധി കുട്ടികളുണ്ടാകുന്നു. ചൈനയെ പറ്റില്ല. ചൈനയിൽ ഒറ്റ കുട്ടിയെ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നിയമം ലംഘിച്ചാൽ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ജീവൻ വരെ നഷ്ടപ്പെടുന്ന നീക്കം. അപ്പം ജനസംഖ്യ മുസ്ലിങ്ങളുടെ അവിടെ കൂടി വരുന്നില്ല എന്ന് മാത്രമല്ല, കുറഞ്ഞു വരികയും ചെയ്യുന്നു. അവർക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല. ലോകത്തെ മനുഷ്യാവകാശ സംഘടനകൾ നിലവിളിക്കുന്നു, UN ഇടപെടണം, അവിടെ മുസ്ലിങ്ങളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ മുസ്ലിം രാജ്യങ്ങൾ ഔദ്യോഗികമായിട്ട് ഇടപെടുന്നില്ല. UN ഔദ്യോഗികമായിട്ട് ചൈനയോട് ആവശ്യപ്പെടുന്നില്ല. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാകുന്നത്, അടുത്ത 25 വർഷത്തിനുള്ളിൽ ചൈനയിൽ നിന്ന് ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾക്കാരെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കണം. ഇത് ചൈനയുടെ ലക്ഷ്യമാണ്, ചൈനീസ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമാണ്. അവർ പറയുന്നത് ഇവർ വളർന്നു വരുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഭീഷണിയാണ്. അങ്ങനെയുള്ളവരെ എങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരും? സ്വാഭാവികമല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ കാര്യം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറിച്ചൊരു നിലപാടല്ല നമ്മുടെ രാജ്യത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സ്ഫോടനം ഉണ്ടായി, കോൺഗ്രസും സംസാരിച്ചിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ സ്ഫോടനത്തിന് ശേഷം നമ്മളൊരു തിരിച്ചടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ തിരിച്ചടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശിലേക്ക് കൊടുത്താലും തുർക്കിക്ക് കൊടുത്താലും പാകിസ്ഥാന് കൊടുത്താലും അന്ന് വീണ്ടും ഇറങ്ങും. അന്ന് ഇപ്പൊ മുങ്ങിയിട്ടുള്ള രാഹുൽ ഗാന്ധി വീണ്ടും പൊങ്ങും. രാഹുൽ ഗാന്ധി സ്വാഭാവികമായും ചോദിക്കും, എത്ര പേർ അവിടെ ഇല്ലാതെയായി, എത്ര മിസൈൽസ് പോയിട്ടുണ്ട്, നമുക്ക് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടുന്ന കൃത്യമായ ഒരു വിമർശനമല്ല ഉന്നയിക്കുന്നത്, മറിച്ച് ഈ പറയുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ശബ്ദം ഉയർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ ചൈനയിൽ അത്തരത്തിലൊരു നീക്കമേ ഇല്ല. ചൈനയിൽ അത്തരത്തിൽ നമ്മൾ എപ്പോഴും പറയും ചൈന ഇരുമ്പുമറയ്ക്കുള്ളിലാണെന്നുള്ളത്. പക്ഷെ ആ ഇരുമ്പുമറയ്ക്കുള്ളിൽ ചില സമയങ്ങളിലെങ്കിലും സുരക്ഷിതമാണ് അവിടുത്തെ ജനത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ആ നീക്കം തന്നെയാണ്, അതിനോടനുബന്ധിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ മിനാരങ്ങൾ പൊളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പഗോഡ പണിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. അതിലും ഭേദം പള്ളി പണിയാതിരിക്കുകയാണ് എന്നുള്ളത് ആ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് പോകേണ്ടി തകർക്കും കൂടെ ചെയ്യില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്ന് 12 മണിക്കൂർ ജോലി, മറ്റൊന്ന് പഗോഡ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും ഇവരെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെയോ അവിടുന്ന് പലായനം ചെയ്യുകയോ വേണ്ടി വരും എന്നുള്ളതാണ് തോന്നുന്നത്. ഇപ്പൊ അവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്, അവർക്ക് വർഗീയതയില്ല, തീവ്രവാദമില്ല, അതിക്രമമില്ല, അങ്ങനെയുള്ള ഒരു നിലപാടും ഇല്ലാത്ത മുസ്ലിങ്ങളാണ് ഈ ഉയ്ഗൂർ മുസ്ലിങ്ങൾ. ചൈനീസ് ഭരണകൂടത്തെ പേടിച്ചിട്ടാണ്. മാത്രമല്ല അവർക്ക് ഭയങ്കര രാജ്യസ്നേഹമാണ്. ചൈന എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ചങ്കിലെ ചൈന എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നതിനേക്കാൾ കൂടുതലാണ്. കാരണം നിവർത്തിയില്ല. എന്തെങ്കിലും ഒരു ഓപ്ഷനുമായിട്ട് അവർ മുന്നോട്ട് പോയാൽ കൊന്നു തള്ളുക, വംശഹത്യ നടത്തുക, അത്രയുള്ള അവർ ചെയ്യുന്നത്. മാത്രമല്ല അവിടുത്തെ കാര്യങ്ങൾ പുറത്തേക്ക് പോകാത്ത എന്താ, ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം തന്നെ ന്യൂനപക്ഷത്തിന് വേണ്ടി, ഒരുപാട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നു. ശരി, ഓക്കെ. പക്ഷേ ഇതുപോലൊരു സ്ഫോടനം നടത്തുമ്പോൾ അതിനെ അപലപിക്കണ്ടേ, രാജ്യത്തിനൊപ്പം നിൽക്കണ്ടേ? ആരാണ് അതിന് പിന്തുണയായിട്ട് നിൽക്കുന്നത്? മാത്രമല്ല ഡോക്ടേഴ്സിന് വലിയൊരു ഗ്രൂപ്പുണ്ട്, ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നീട് അതിൻ്റെ വേരുകൾ ഇങ്ങ് ഹരിയാനയിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ നീണ്ടും. എന്തുകൊണ്ടാണ് സർവകലാശാല പോലും അവർ അതിനു വേണ്ടി, അതെ, അൽഫല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കാമ്പസ് മുഴുവൻ തീവ്രവാദികളെ വളർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഒന്ന് പ്രതികരിക്കണ്ടേ? അപ്പൊ അതൊന്നും ചെയ്യില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലകൊള്ളുന്ന ചൈനയിൽ എന്താ, ഏകാധിപത്യ ഭരണമാണ്. ഇവിടെ എന്തെങ്കിലും നിലപാട് ഞങ്ങൾക്കെതിരെ എടുത്താൽ അതിനെ അടിച്ചമർത്താൻ അവർക്കറിയാം. അപ്പൊ അവർ പറയുന്നത്
ഇന്ത്യയെ പോലെയുള്ള ഒരു വികസിത രാജ്യത്ത് അല്ലെങ്കിൽ വളർന്നു വരുന്ന വൻ ശക്തിയുള്ള രാജ്യത്ത് ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഇപ്പോഴും നടത്താൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 2013 ശേഷം വലിയ രീതിയിൽ ഇത്തരം അതിക്രമങ്ങൾ നടന്നിട്ടില്ല. പലതും ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി ആർമി അതിനെല്ലാം ഇല്ലാതാക്കുന്നു. അപ്പൊ 90% ഇല്ലാതാക്കിയാലും കഴിഞ്ഞ പുറത്തറിയില്ലല്ലോ. 30 ദിവസത്തിനിടയിൽ ഏതാണ്ട് 8ഓളം ഭീകരാക്രമണം നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അത് ഇല്ലാതാക്കിയപ്പോൾ വലിയ വാർത്തയല്ല, അല്ല, കാരണം അവരത് പുറത്തു പറയത്തില്ല. അതെ, അതില്ല. അപ്പോ ഈ ഒരു കഴിഞ്ഞൊരു 2014 മുതൽ ഇതുവരെ ഉള്ളത് അന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ എത്രയോ ഭീകരാക്രമണങ്ങൾ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. പക്ഷെ അതെ. ഒന്ന് പൊട്ടിയപ്പോ അത് വാർത്തയാക്കി, അതെ. അത് നെഗറ്റീവ്. നടുങ്ങി എന്നാണ് കൊടുത്തത്. പക്ഷെ നടുങ്ങി എന്ന് പോലും കൊടുത്തത് ശരിയായില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ വ്യാപ്തി നമ്മൾ കുറച്ച് കാണുകയല്ല, പക്ഷെ അത് അത്രയും സംഭവിച്ചിട്ടുള്ളൂ. അതിനു മുമ്പേ, അതായത് 2900 കിലോഗ്രാം സ്ഫോടക വസ്തു പിടിച്ചെടുത്തു, സീസ് ചെയ്തു. അത് പൊട്ടിയതിന്റെ ഒരു ആഘാതം നമുക്ക് വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രയും പലയിടങ്ങളിൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമായി പോയേനെ. അതെ, അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിൽ ഇത്തരം സ്ഫോടനങ്ങളൊക്കെ നടത്തുന്ന ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത്തരത്തിലുള്ളവരുടെ മുമ്പിൽ ഒരു ലിബറൽ നയം ഞങ്ങൾക്ക് വെച്ചു പുലർത്താൻ കഴിയില്ല. ഷിൻജിയാങ് പ്രവിശ്യയിലുള്ള മൊത്തം പള്ളികളിൽ 2/3 ഭാഗവും ഇപ്പൊ പൊളിച്ചു കളഞ്ഞു. ഇനി അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുശില്പ മാതൃകയിലേക്ക് മാറ്റണം, അവിടുത്തെ ശില്പകലയൊക്കെ മാറ്റണം, ആ രീതിയിൽ പ്രവർത്തിക്കണം. കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ത് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങൾ വലിയ ദേശസ്നേഹികളായിട്ട് മാറണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. അപ്പോൾ കർക്കശമായ നിലപാടിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്ന, മുസ്ലിം പള്ളികളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്ന പ്രവണതയുമായിട്ട് ചൈന മുന്നോട്ട് പോകുന്നു. കാരണം ഇന്ത്യയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെയാണ് അവരുടെ പാഠങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.